السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബികളും മക്കയിലേക്ക് ഉംറക്ക് വന്ന അവരെ പ്രവേശിക്കുവാൻ അനുവദിക്കാതെ തടയപ്പെടുകയും വ്യത്യസ്തങ്ങളായ പല സമയങ്ങളിലുള്ള ചർച്ചകൾക്കൊടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഖുറൈശികളുടെ നേതാവും തമ്മിലുള്ള ഒരു കരാറുപത്രം എഴുതി കൈമാറുക എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ തന്നെ ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന വ്യക്തിത്വവും തമ്മിൽ ഹുദൈബിയയിൽ വെച്ച് ഒരു കരാറ് എഴുതാൻ ആരംഭിക്കുകയാണ്. ഹുദൈബിയയിൽ വെച്ച് രേഖപ്പെട്ട ആ കരാറാണ്, അതല്ലെങ്കിൽ ആ സന്ധിയാണ് സുൽഹുൽ ഹുദൈബിയ അഥവാ ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും പ്രത്യക്ഷത്തിൽ ഒരുപാട് പരാജയം തോന്നുമെങ്കിലും ഈ ഒരു കരാറിലൂടെയാണ്, ഈ ഒരു സന്ധിയിലൂടെയാണ് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അതിൻ്റെ ശേഷമുള്ള കാലയളവിൽ വലിയ രൂപത്തിലുള്ള വിജയങ്ങളും അതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള പ്രചരണവും ലഭിക്കുകയുണ്ടായത് എന്ന് ഈ ചരിത്രം മനസ്സിലാക്കുന്ന ആളുകൾക്കെല്ലാം ബോധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറെഴുതാൻ ആരംഭിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവിടുന്ന് അലൈഹി വസല്ലം എഴുതാനോ വായിക്കാനോ അറിയാത്ത തികച്ചും ഉമ്മിയ്യ് എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് തൻ്റെ ഭാഗത്തു നിന്നുള്ള കരാറ് പത്രത്തിൽ എഴുതുവാൻ വേണ്ടി എഴുത്തുകാരനായി അവിടെ നിയോഗിച്ചത്. അപ്പൊ മുസ്ലിം പക്ഷത്ത് എഴുത്തുകാരനായി നിയോഗിതനായത് അലി റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. മറുപക്ഷത്തുള്ള എഴുത്തുകാരൻ അവിടെ നിന്ന് വന്നിട്ടുള്ള ഖുറൈശികൾ പറഞ്ഞയച്ചിട്ടുള്ള മധ്യസ്ഥനായ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയാണ്. അന്ന് അദ്ദേഹം ശത്രുക്കളുടെ ചേരിയിലാണ്. അപ്പൊ സുഹൈലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള കരാർ എഴുതുന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു? കരാറിന് ഒരു ഇസ്ലാമിക ടച്ച് ഉണ്ടായിരിക്കണം. കരാറ് പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ അതിനൊരു ഇസ്ലാമികമായ മാനമുണ്ടായിരിക്കണം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില തീരുമാനങ്ങൾ തൻ്റെ മനസ്സിൽ കാണുകയും അങ്ങനെ എഴുതാൻ ആരംഭിക്കുകയാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഉക്തുബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തന്റെ പക്ഷത്ത് നിന്ന് എഴുതുന്ന എഴുത്തുകാരനായ അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്താരംഭിക്കാൻ പറയുകയാണ്. എങ്ങനെയാ തുടങ്ങാൻ പറഞ്ഞത്? ഉക്തുബ്, എഴുതിക്കോ അലി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. ഫഖാല സുഹൈൽ, ഉടനെ സുഹൈൽ ഇടങ്കോലിട്ടു. സുഹൈല് അതിനെ എതിർത്തു. സുഹൈല് പറഞ്ഞു അമ്മർ റഹ്മാൻ ഫവല്ലാഹി മാ അദ്രി മാ ഹിയ. ഒരു റഹ്മാനിനെ കുറിച്ച് എനിക്കറിഞ്ഞൂടാ, അല്ലാഹ്നറിയാന്നല്ലാതെ റഹ്മാൻ എന്ന് എനിക്കറിഞ്ഞുകൂടാ. മാത്രമല്ല ചില റിപ്പോർട്ടുകളിൽ കാണാം അമ്മാ ബിസ്മില്ലാ ഫമാ നദ്രി മാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ബിസ്മില്ലാ എന്ന് എനിക്കറിയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എനിക്ക് പരിചയമില്ല. വലാകിൻ ഉക്തുബ് മാ നഅരിഫു ബിസ്മികല്ലാഹുമ്മ. നമുക്കൊക്കെ സുപരിചിതമായ, നമുക്ക് രണ്ടു കൂട്ടർക്കും തർക്കമില്ലാതെ നമ്മൾ പരസ്പരം ഇതുവരെ അറിഞ്ഞും അംഗീകരിച്ചും പോരുന്ന കാര്യമായ ബിസ്മികല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ എഴുതുന്നു എന്നെഴുതണം. ആരായിരുന്നല്ലോ ഇതുവരെ എഴുതാറുണ്ടായിരുന്നത് എന്ന് സുഹൈല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആവശ്യപ്പെടുന്നു. ഫഖാലൽ മുസ്ലിമൂൻ. അപ്പൊ ഇതിങ്ങനെ കരാറിങ്ങനെ എഴുതുന്നൊരു നോക്കി നിൽക്കുകയാണ് സ്വഹാബത്ത്. 1000-ലേറെ ആളുകളുണ്ട്, 1400-ഓളം വരുന്ന സഹാബിമാരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അങ്ങനെ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, വല്ലാഹി ലാ നക്തുബുഹാ ഇല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ശരിയാവൂല, അല്ലാഹനെ തന്നെയാണ് സത്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ലാതെ ഞങ്ങൾ എഴുതൂല, അങ്ങനെ തന്നെ ഞങ്ങൾക്ക് എഴുതണം. അപ്പൊ ഇതിന്റെ പേരിൽ ഇപ്പോ കരാറ് തെറ്റിപ്പിരിയുന്നിടത്തെത്തി. തുടക്കത്തിലെ ഉടക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉക്തുബ് ബിസ്മികല്ലാഹുമ്മ, എഴുതിക്കോ അലി, അതിലൊരു പ്രശ്നം വേണ്ട. ഇവിടെ റഹ്മാനുർ റഹീം എന്ന് എഴുതാത്തത് കൊണ്ട് അല്ലാഹ് റഹ്മാൻ അല്ലാതാകൂല, അല്ലാഹ് റഹീം അല്ലാതാവുകയില്ല. അതേ അവസരത്തിൽ ഒരു കരാർ ഇവിടെ മുടങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നു. ബിസ്മികല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ എന്നതല്ലേ, അല്ലാഹുവിന്റെ നാമത്തിൽ തന്നെയാണല്ലോ എഴുതുന്നത്, മറ്റാരുടെയും നാമത്തിലല്ലല്ലോ, ഒരു വിഗ്രഹത്തിന്റെയും മറ്റു അവരുടെ ഒരു കള്ളദൈവങ്ങളുടെയും പേരിലല്ലല്ലോ, അള്ളാന്റെ നാമത്തിൽ തന്നെയാണല്ലോ എഴുതുന്നത്. പിന്നെ റഹ്മാൻ റഹീം എന്നതല്ലേ, അത് ഇവിടെ എഴുതിയില്ലെങ്കിലും അല്ലാഹ് റഹ്മാനാണ്, അല്ലാഹ് റഹീമാണെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ സമ്മതിപ്പിക്കുന്നു, എഴുതാൻ പറയുന്നു. ഉക്തുബ് ബിസ്മികല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയായി. അപ്പൊ ബിസ്മികല്ലാഹുമ്മ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് പകരം ബിസ്മികല്ലാഹുമ്മ എന്നതുകൊണ്ട് തുടങ്ങി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എഴുതാൻ പറഞ്ഞു, ഹാദാ മാ ഖാദാ അലൈഹി മുഹമ്മദുൻ റസൂലുള്ളാഹ്. ഇത് അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് അതേ തീരുമാനിക്കുന്ന, മുഹമ്മദ് എഴുതി തുടങ്ങുന്ന ഒരു കരാറാകുന്നു എന്ന നിലക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഹാദാ മാ ഖാദാ അലൈഹി മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതാൻ ആരംഭിച്ച് അത് തുടങ്ങിയപ്പോൾ, അതിനു വേണ്ടി നിർദ്ദേശം കൊടുത്തപ്പോൾ അവിടെയും മുടക്കുകയാണ് ശത്രുപക്ഷത്തുള്ള സുഹൈല്. ഫഖാല സുഹൈൽ, സുഹൈൽ പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൗ കുന്നാ നഅലമു അന്നക റസൂലുള്ളാഹ്, നിശ്ചയമായും ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ സ്വദദ്നാക അനിൽ ബൈത്തി, പിന്നെ എന്തിനാ കഅബാലയത്തിൽ നിന്ന് നിന്നെ ഞങ്ങൾ തടയുന്നത്? പിന്നെ ഞങ്ങൾ നിന്നെ തടയേണ്ട കാര്യമില്ലല്ലോ, നീ റസൂലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ കഅബാലയത്തിലേക്ക് വരുന്നത് തടയൂല. വലാ ഖാതൽനാക, നിന്നോട് ഞങ്ങൾ പോരാടുകയും ചെയ്യില്ല. മറിച്ച് ലത്തബഅനാക, നീ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങൾ നിന്നോട് പോരാട്ടത്തിനല്ലല്ലോ വരിക, ഞങ്ങൾ നിന്നെ കഅബയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന്, മക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുകയല്ലല്ലോ ചെയ്യുക. അതുകൊണ്ട് മറിച്ച് ഞങ്ങൾ എന്താ ചെയ്യുക? ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം, ലത്തബഅനാക, ഞങ്ങൾ നിന്നെ പിൻപറ്റുക തന്നെ ചെയ്യും.
അതുകൊണ്ട് റസൂലുള്ളാനെ എഴുതാൻ പാടില്ല. റസൂലുള്ളാന്നാണെങ്കിൽ പിന്നെ നമ്മൾ തർക്കമല്ലല്ലോ. അള്ളാന്റെ റസൂലാനെ നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇവിടെ കരാർ എഴുതുന്നത്? പിന്നെ എന്തിനാ നിങ്ങളെ ഹുദൈബിയയിൽ വെച്ച് ഞങ്ങൾ തടയുന്നത്? ഞങ്ങൾ നിങ്ങളെ പിൻപറ്റൂലേ? നിങ്ങളെ ആദരിക്കൂലേ? നിങ്ങൾ അള്ളാന്റെ റസൂലാന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വലാകിൻ ഉക്തുബ് ഇസ്മക വ ഇസ്മ അബീക്, താങ്കളുടെ പേരും താങ്കളുടെ ഉപ്പയുടെ പേരും കൂട്ടി എഴുതിക്കോളൂ. അഥവാ മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് എന്നെഴുതിക്കോളൂ. അതാണെങ്കിൽ ഞാൻ കരാറിനുണ്ട്, അല്ലെങ്കിൽ ഞാനില്ല. സുഹൈല് പിടിവാശി പിടിച്ചു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞു, മുസ്ലിമീങ്ങളൊക്കെ വളരെ രോഷത്തിൽ നിൽക്കുകയാണ്. ആദ്യം പറഞ്ഞതിലോ സുഹൈലിന് വിട്ടുവീഴ്ച ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുന്നതിന് പകരം ബിസ്മിക്കല്ലാഹുമ്മ കൊണ്ട് തുടങ്ങി. രണ്ടാമത് മിൻ മുഹമ്മദിർ റസൂലില്ല എന്ന് പറയുമ്പോൾ അതും തിരുത്തണമെന്ന സുഹൈൽ പറയുന്നതെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കരുത് നബിയേ. മുസ്ലിമീങ്ങളൊക്കെ വല്ലാത്ത വിഷമം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പ്രവാചകൻ പറയുന്നു, വല്ലാഹി ഇന്നീ ലറസൂലുള്ളാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ അല്ലാഹുവിന്റെ റസൂല് തന്നെയാണ്. വ ഇൻ കദ്ദബതുമൂനി, അവരെന്നെ കളവാക്കിയാലും. നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇനി ഞാൻ അല്ലാഹുവിന്റെ റസൂലല്ലാതാവോ ഇവര് അത് എഴുതണ്ടെന്ന് പറഞ്ഞാൽ? മറിച്ച് എന്റെ പേരല്ലെന്നെ എഴുതുന്നത്, മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാ എന്നല്ലേ എഴുതുന്നത്. അവരെന്നെ കളവാക്കിയാലും ശരി, ഞാൻ അല്ലാഹുവിന്റെ റസൂലല്ലാതാവില്ല. അവര് കളവാക്കിയാലും ഞാൻ അല്ലാഹുവിന്റെ റസൂല് തന്നെയാണ്. അതുകൊണ്ട് ഉക്തബ് മുഹമ്മദ് ബിൻ അബ്ദില്ലാ, അലി എഴുതിക്കോളൂ, തർക്കിക്കണ്ട, ആ വിഷയത്തിൽ വിഷമം വേണ്ട, മുഹമ്മദ് ബിൻ അബ്ദില്ലാ. അങ്ങനെ തന്നെയാവട്ടെ എന്ന് പറയുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയുന്നു, മൂന്നാമതായി എഴുതാൻ പറയുന്നു, അലാ അൻ തുഖല്ലൂ ബൈനനാ വ ബൈനൽ ബൈതി ഫനതൂഫ ബിഹി, ഞങ്ങളെയും പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്തേക്ക് ഉംറ നിർവഹിക്കുവാൻ വേണ്ടി ഞങ്ങൾ അതാ തവാഫ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുന്നതില്ലെന്ന് ഞങ്ങളെ വിലക്കരുത്. അതാണ് അടുത്ത ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളെ വിട്ടേക്കണം, ഞങ്ങൾ പരിശുദ്ധ കഅബയുടെ സമീപത്തേക്ക് പോയിക്കോട്ടെ, ഞങ്ങൾ വന്നത് ഉംറ നിർവഹിക്കാനാണ്, ഞങ്ങൾ അവിടെ നിർഭയമായി തവാഫ് ചെയ്തോട്ടെ, അതായിരിക്കട്ടെ അടുത്ത കരാർ. ഫഖാല സുഹൈൽ, ഇപ്പൊ സുഹൈൽ പറഞ്ഞു, ആളുകൾ പറയും, അറബികൾ പിൽക്കാലത്ത് പറയും, മുഹമ്മദ് അതാ പെട്ടെന്ന് കഅബ പിടിച്ചെടുത്തിരിക്കുന്നു, മുഹമ്മദ് പെട്ടെന്ന് മക്കയുടെ അധികാരം കൈയടക്കിയിരിക്കുന്നു, പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങൾക്കതൊരു അപമാനമാണ്. ആളുകളൊക്കെ പറയും, മുഹമ്മദ് ഒരു സൈന്യത്തെയും കൊണ്ട് വന്നപ്പോഴേക്ക് പേടിച്ചിട്ടതാ മക്കക്കാര് വേഗമങ്ങ് വാതിൽ തുറന്നു കൊടുത്തു, മക്കയിലേക്ക് പ്രവേശനം കൊടുത്തു. അവരതാ നിർഭയത്വമായി കൊണ്ട് ഉംറയും ചെയ്ത് കഅബ തവാഫും ചെയ്തുകൊണ്ട് മടങ്ങിപ്പോകുന്നു എന്ന് ആളുകൾ ഞങ്ങളെക്കുറിച്ച് പറയുന്നത്, അറബികൾ ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ലാത്ത അപമാനമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ, വലാകിൻ ദാലിക മിനൽ ആമിൽ മുഖ്ബിലി, ഇക്കൊല്ലം നിങ്ങൾ മടങ്ങിപ്പോകണം. വരണ്ടാന്ന് ഞങ്ങൾ പറയുന്നില്ല, ഇപ്പൊ വന്നത് നിങ്ങൾ തിരിച്ചു പോകണം. വരും കൊല്ലം നിങ്ങൾ വന്നോളൂ, അപ്പൊ വരും കൊല്ലം ഞങ്ങളെ തവാഫ് ചെയ്യാൻ അനുവദിക്കണം എന്നാണ് കരാറിൽ എഴുതേണ്ടത്. ഇക്കുറി അതിന് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ വല്ലാതെ വിഷമിച്ചിരിക്കുക. എല്ലാവരും പറഞ്ഞു, പാടില്ല, പോണം, പോയേ പറ്റൂ, ഇനി ഇതിന് നിന്നൊടുക്കണ പ്രശ്നമല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, എഴുതിക്കോളാൻ പറഞ്ഞു, എഴുതിക്കോ. ഫക്കത്തബ, ആ കരാറും എഴുതി. കൊല്ലം മടങ്ങിപ്പോവുക, അടുത്ത കൊല്ലം തിരികെ വരിക. അടുത്ത കരാറ് നോക്കൂ, അടുത്തരെന്താ പറയുന്നത്? അടുത്തത് എഴുതാൻ പറയുന്നത് സുഹൈലാണ്. സുഹൈലതാ വീണ്ടും നാലാമത്തെ കണ്ടീഷൻ അവൻ ഉപാധി പറയുന്നത്, വഅലാ അന്നഹു ലാ യഅതീക മിന്നാ റജുലുൻ വഇൻ കാന അലാ ദീനിക ഇല്ലാ റദത്തഹു ഇലൈനാ. അതേ, അടുത്ത കരാർ എന്താണ്? ലാ യഅതീക മിന്നാ റജുലുൻ, മുഹമ്മദേ, നിന്റെ അടുക്കലേക്ക് ഞങ്ങളുടെ പക്കൽ നിന്നൊരു പുരുഷനെങ്ങാനും വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കൂടെ കഴിയുന്ന മക്കയിൽ കഴിയുന്ന മക്കക്കാരനായ ഏതെങ്കിലും ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ നിങ്ങളുടെ സമീപത്തേക്ക് വന്നു കഴിഞ്ഞാൽ, വഇൻ കാന അലാ ദീനിക, ആ വ്യക്തി നിങ്ങളുടെ ആദർശക്കാരനാണെങ്കിലും ശരി, മക്കയിലുള്ള ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ മുസ്ലിമായിട്ട് മുഹമ്മദേ നിന്റെ അടുക്കലേക്ക് അഭയാർത്ഥിയായി കൊണ്ട് അഭയം തേടി വന്നാൽ, ഇല്ലാ റദത്തഹു ഇലൈനാ,
ഞങ്ങളുടെ അടുത്തേക്ക് മടക്കി വിടണം, അവിടേക്ക് തന്നെ തിരിച്ചയക്കണം. ഞങ്ങൾ അവിടുന്ന് ആരെങ്കിലും ഓടിപ്പോന്ന് നിന്റെ പാളയത്തിലെത്തിയാൽ അവർ നിന്റെ ആദർശക്കാരനാണെങ്കിലും ശരി തിരിച്ചു വിട്ടോളണം, അവരെ അങ്ങോട്ട് മടക്കി വിട്ടോളണം. അതേ അവസരത്തിലതാ ഞങ്ങളുടെ ഭാഗത്തേക്ക് നിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും അഭയാർത്ഥികളായി വന്നാലോ ഞങ്ങൾ വിട്ടു തരികയുമില്ല. കണ്ടോ, ഇത് സമ്മതിക്കാൻ പറ്റുമോ? സാധാരണ എന്താ പറയാറുള്ളത്, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ? ഇതെന്താ ഏകപക്ഷീയമായ വാദമാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് നബിതങ്ങളുടെ അടുത്തേക്ക് മുസ്ലിമായി കൊണ്ടുവന്നാൽ ഇവിടെ പിടിച്ചു വെക്കാൻ പാടില്ല, അങ്ങോട്ട് തന്നെ പോകാൻ പറയണം, മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് ചെന്നാലോ അവിടുത്തെ ആൾക്കാരായിട്ട് അങ്ങോട്ട് ചെന്നാലോ ഞങ്ങൾ തിരിച്ചു വിടൂല, ഞങ്ങൾ അവിടെ തന്നെ നിർത്തും. ഇതാണ്. ഇത് കേട്ടപ്പോഴേക്ക് മുസ്ലിമീങ്ങൾ പിന്നെയും വിഷമം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഖാലൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ പറയാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹ്, അല്ലാഹുമാ പരിശുദ്ധൻ, കൈഫ യുറദ്ദു ഇലൽ മുശ്രികീന വഖദ് ജാഅ മുസ്ലിമാ, മുശ്രിക്കുകളുടെ അടുത്തേക്ക് മുസ്ലിമായിട്ട് ഇങ്ങോട്ട് വന്ന ഒരാളെ തിരിച്ചയക്കപ്പെടണമെന്നോ? അവരുടെ ആട്ടും തുപ്പും സഹിക്കവയ്യാതെ, അവരുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഇസ്ലാമിലേക്ക് അഭയം തേടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ച ഒരു മുസ്ലിമിനെ വീണ്ടും മുശ്രിക്കുകളുടെ അടുത്തേക്ക് മടക്കപ്പെടണമെന്നോ? ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. സഹാബത്തൊന്നടങ്കം പറഞ്ഞു, യാ റസൂലല്ലാഹ് അനക്തുബു ഹാദാ, ഇതും എഴുതാണോ നബിയെ? അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ ഇതും എഴുതുകയാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാൻ എഴുതന്നെയാണ്, ഇതും എഴുതുക തന്നെയാണ്. എന്നിട്ട് അവിടുന്ന് സമാധാനിപ്പിക്കുന്നു. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേട്ടോ, ഇന്നഹു മൻ ദഹബ മിന്നാ ഇലൈഹിം ഫഅബ്അദഹുല്ലാഹ് വമൻ ജാഅനാ മിൻഹും സയജഅലുല്ലാഹു ലഹു ഫർജൻ വമഖ്റജാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കുന്നു സഹാബിമാരോട്. എന്തേ, അങ്ങോട്ട് പോയവനെ ഇങ്ങോട്ട് വിടൂലെന്നല്ലേ കരാറുള്ളത്? ആയിക്കോട്ടെ, കാരണം ഇന്നഹു മൻ ദഹബ മിന്നാ ഇലൈഹിം, നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിമായി കൊണ്ട് ജീവിച്ച് ഇസ്ലാമിനെ പഠിച്ചു മനസ്സിലാക്കിയിട്ടും ഒരുത്തന് തോന്നുകയാണ് ഇതല്ല ശരിയെന്ന് തോന്നിയിട്ട് അവരുടെ കൂട്ടത്തിലേക്ക് ഒരുത്തൻ പോവുകയാണെങ്കിൽ അവൻ പൊയ്ക്കോട്ടെ, അല്ല അവനെ അകറ്റിക്കളയും. നമ്മളെ വേണ്ടാതല്ലേ നമ്മളിരുന്നൊരു കൂട്ടർ പോണത്, പിന്നെ എന്തിനാ അവനെ നമുക്ക്? നമ്മളെ വേണ്ടാതല്ലേ ഒരുത്തൻ ഇവിടുക്ക് അങ്ങോട്ട് ഓടിപ്പോകുന്നത്, പിന്നെ അവനെ എന്ത് തിരിച്ചു കിട്ടിയിട്ട് നമുക്ക് എന്തിനാണ്? അല്ല അകറ്റിയില്ലേ? അവൻ അല്ലാഹുവിന്റെ എല്ലാ റഹ്മത്തിൽ നിന്നും ദൂരത്താക്കപ്പെട്ടവനാണ്, പിന്നെ അവന് നമുക്ക് വേണ്ട. അതേ അവസരത്തിൽ വമൻ ജാഅനാ മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മെ സമീപിച്ച വല്ലവരും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അല്ലാഹ് നിശ്ചയിച്ചു കൊടുത്തോളും ഫറജൻ വമഖ്റജാ, അയാളുടെ വിഷയത്തിലുള്ള പ്രയാസങ്ങളിൽ അല്ലാഹ് കൊടുക്കും. പടച്ച റബ്ബിന്റെ കാവല് ആ മനുഷ്യൻ ഉണ്ടാകും. അതേ, ഇസ്ലാമിലേക്ക് അഭയം തേടി വന്ന് നമ്മെ സമീപിക്കുന്നയാളെ നമ്മൾ മടക്കി വിട്ടത് കൊണ്ട് അയാൾ വെറുതെ ആവൂല. പടച്ച റബ്ബില്ലേ കൂടെ, അല്ല ഇല്ലേ അയാളുടെ കൂടെ? അള്ളാന്റെ ദീനിന് വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടുപോന്ന് അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ ത്യാഗം സഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഓടിപ്പോന്നയാള് നമ്മൾ തൽക്കാലം കരാറിന് വേണ്ടി മടക്കി അയച്ചാലും അല്ലാഹുവിന്റെ കാവൽ ആ മഹാൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതുക തന്നെ ചെയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഒരു ആത്മധൈര്യമാണ്, ആത്മവിശ്വാസ. റബ്ബിലാണ് തവക്കുലാക്കുകയാണ്, റബ്ബിൽ തവക്കുലാക്കണം. നോക്കൂ നിങ്ങൾ ആ പറഞ്ഞ ന്യായം എത്രത്തോളം അള്ളാന്റെ കാവലുള്ള വാചകമാണ് ആ പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് പോയാൽ പിന്നെ അവനെ നമുക്ക് എന്തിനാന്നാ ചോദിക്കുന്നത്? നമ്മളോട് താല്പര്യവും നമ്മോട് സ്നേഹവും വിശ്വാസത്തിലും അടിയുറപ്പുണ്ടെങ്കിൽ പിന്നെ ഒരുത്തൻ അങ്ങോട്ട് പോകുമോ? ഇനി ഒരുത്തൻ അങ്ങോട്ട് അങ്ങനെ ഒരാൾ പോയെങ്കിൽ പിന്നെ അവന് നമ്മുടെ കൂട്ടത്തിൽ നിർത്തിയിട്ടെന്താ കാര്യം? അവനെ തിരിച്ച് കിട്ടിയിട്ടെന്താ കാര്യം? അതുകൊണ്ട് വേണ്ട. പിന്നെ സംശയം എന്താ? അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യമല്ലേ? നമ്മളവരെ മടക്കി വിട്ടാലും നമ്മളല്ലല്ലോ ഒരാളെ സഹായിക്കുന്നത്. നമ്മളൊക്കെ കൂടി ഒരാളെ സഹായിക്കാൻ വിചാരിച്ചാലും അല്ല തഴയാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടൂലല്ലോ. അതേ അവസരത്തിൽ നമ്മളാരും അയാളെ പരിഗണിച്ചില്ലെങ്കിലും അല്ലാഹുവിന്റെ കാവലുണ്ടാകും.
ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, ആ ദീനിന്റെ മാർഗത്തിൽ പ്രയാസം സഹിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാവലുണ്ടാകും. പടച്ച റബ്ബ് അവർക്ക് പ്രത്യേകമായ സഹായം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ലോകത്തിന് ഇതിലൂടെ സന്ദേശം നൽകുന്നു. അങ്ങനെ അതും എഴുതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൻ്റെ ഒരു മേന്മ നിങ്ങളൊക്കെ ഇവിടെ വെച്ച് മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കരാർ എഴുതാണ്. ഈ കരാർ എന്താ കരാറ്? ഇവിടുന്ന് അങ്ങോട്ട് പോയവരെ തിരിച്ചു വിടൂല, അവിടുന്ന് ഇങ്ങോട്ട് വന്നവരെ തിരിച്ചു വിടണം. ഇതിങ്ങനെ എഴുതുകയാണ്, തീർന്നിട്ടില്ല, ഒപ്പിട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഈ വരികളങ്ങ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തീരുമാനം കഴിഞ്ഞിട്ടുണ്ട്, തീരുമാനമായിട്ടുണ്ട് എഴുതാൻ. അങ്ങനെ അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ فبينما هم كذلك إذ دخل أبو جندل بن سهيل بن عمرو رضي الله عنه يرسف في قيوده. ഈ കരാർ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കെ അതാ ഓടിക്കതച്ചുകൊണ്ട് പെട്ടെന്ന് കടന്നു വരുന്നു. ആരാ കടന്നു വരുന്നത്? അബൂ ജന്തൽ റളിയല്ലാഹു അൻഹു. ആരാ അബൂ ജന്തൽ? ആരാ അബൂ ജന്തൽ? ഈ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വന്ന് കരാർ എഴുതുന്ന മധ്യസ്ഥനായ സുഹൈലിന്റെ തന്നെ മോനാണ്. സുഹൈൽ ഇബ്നു അംറിന്റെ തന്നെ മകനായ അബൂ ജന്തൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മക്കയിലതാ തടവിലിടപ്പെട്ട മുസ്ലിമാണ്. മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ച് ആ രാജ്യം വിട്ട് മദീനയിലേക്ക് ഹിജറ പോരാൻ ദാഹിച്ച് മോഹിച്ച് മക്കയിൽ തന്നെ പീഡനം അനുഭവിച്ച് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് വാപ്പയുടേതടക്കമുള്ള തല്ലും കുത്തും കൊണ്ട് സഹിക്കവയ്യാതെ ചങ്ങലക്കിട്ട് തടവിൽ പാർപ്പിക്കപ്പെട്ട അബൂ ജന്തൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം അതാ ആ കെട്ട് പൊട്ടിച്ച് എങ്ങനെയോ ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ മഹാനവറുകൾ ഇങ്ങനെ ഏതൊക്കെയോ വഴിയിലൂടെ രക്ഷപ്പെട്ട് ഹുദൈബിയ സന്ധി എഴുതുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ മഹാനവറുകൾ വരുന്ന രൂപം ഹദീസിൽ കാണുന്നുണ്ട്. യറുസുഫു ഫീ ഖുയൂദിഹി. മഹാനവറുകളുടെ രണ്ട് കാലിലും ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ മക്കയിൽ ചങ്ങലയിൽ കെട്ടിയിട്ട നിലക്ക് ആ ചങ്ങലയുടെ കൊളുത്ത് എങ്ങനെയോ അഴിച്ചിട്ട് ഇരു കാലുകളിലും ചങ്ങലയുണ്ട്. ആ ചങ്ങലയും വലിച്ചുകൊണ്ടാണ് കിലോമീറ്ററുകളോളം ഓടിക്കതച്ച് വന്ന് അബൂ ജന്തൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചിരിക്കുന്നത്. വഖദ് ഖറജ മിൻ അസ്ഫലി മക്ക ഹത്താ റമാ ബിനഫ്സിഹി ബൈന അദ്ഹുരിൽ മുസ്ലിമീൻ. മക്കയുടെ വളരെ അങ്ങേ അറ്റത്തു നിന്ന് അദ്ദേഹം ഓടിക്കതച്ച് വളരെ പ്രയാസപ്പെട്ട് ഞെരുങ്ങി മുസ്ലിമീങ്ങളുടെ മുമ്പിൽ നിന്ന് അദ്ദേഹം ഒരു വീഴ്ചയാണ്, എന്നെ രക്ഷിക്കണേ, എനിക്ക് വേണ്ട സംരക്ഷണം നൽകണേ എന്ന് പറഞ്ഞ് അബൂ ജന്തൽ റളിയല്ലാഹു അൻഹു ചങ്ങലയുമായി കൊണ്ട് നബി തങ്ങളെ ആ നേരത്താണ് സമീപിക്കുന്നത്. കരാറിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ബാപ്പന്റെ മോനാ വരുന്നത്, സുഹൈലിന്റെ മകൻ തന്നെയാ വരുന്നത്. ഫഖാല സുഹൈൽ, അപ്പോൾ സുഹൈൽ പറഞ്ഞു, ഹാദാ യാ മുഹമ്മദ്, ഇതാ കണ്ടോ ഇവൻ വന്നിരിക്കുന്നു. കൊടുത്തു വന്ന് മുഖത്തൊരൊറ്റ അടിയാണ്. മകന്റെ മുഖത്ത് അബൂ ജന്തൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ബാപ്പയൊരൊറ്റ അടിയാണ്. ശക്തമായ അടി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് അടിച്ചു എന്ന് മാത്രമല്ല, എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഹാദാ യാ മുഹമ്മദേ, മുഹമ്മദേ, ഇതാ നിൽക്കുന്ന ഇവനെ നിനക്ക് പരിചയമുണ്ടോ? അവ്വലു മൻ നുഖാദിക അലൈഹി അൻ തറുദ്ദഹു ഇലയ്യ. ദേഷ്യം കൊണ്ട് പറക്കുന്ന സുഹൈൽ നബി തങ്ങളോട് പറയുകയാണ്, നമ്മുടെ കരാറിലെ ഒന്നാമത്തെ ഈ കരാറ് നടപ്പിലാക്കേണ്ടത് എന്റെ മകന്റെ കാര്യത്തിൽ തന്നെയാണ്. തിരിച്ചുവിടണമെന്ന്. ദേ ഇവൻ ഓടി വന്നിരിക്കുന്നു, രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ തിരിച്ചുവിടണമെന്നാണ് നമ്മുടെ ധാരണ. അതെ, ആ ധാരണയുടെ ആദ്യത്തെ തീരുമാനം ഇതാ, ഇപ്പൊ നടപ്പിലാക്കണം, ഇപ്പൊ തന്നെ നടപ്പിലാക്കണം. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സുഹൈലിനോട് പറഞ്ഞു, ഇന്നാ ലം നഖ്ദിൽ കിതാബ ബഅദു. സുഹൈലേ, കരാർ എഴുതി ഒപ്പിട്ടിട്ടില്ലല്ലോ, കരാർ പൂർണ്ണമായിട്ടില്ലല്ലോ. നമ്മൾ എഴുതാൻ തീരുമാനിച്ച് എഴുതി തുടങ്ങുന്നല്ലേയുള്ളൂ. തീരുമാനം ശരിയാകണമെങ്കിൽ അവസാനം ഖത്മ് വേണമല്ലോ, ഒപ്പിടണമല്ലോ, സീല് വേണമല്ലോ, മുദ്ര വേണമല്ലോ. അതൊന്നും ആയിട്ടില്ലല്ലോ. ഈ ഘട്ടത്തിൽ സുഹൈൽ പറയുകയാണ്, ഫവല്ലാഹി ഇദൻ ലം മുസാലിഹിക അലാ ശൈഇൻ അബദാ.
എങ്കിൽ മുഹമ്മദേ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നിന്നോടിനി ഒരു കാര്യത്തിലും ഒരു കരാറിനും ഒരു സന്ധിക്കും ഇനി ഞാനില്ല, ഞാൻ പോകുന്നു. സുഹൈൽ പോകാൻ ഒരുങ്ങാണ്. ഇല്ല, ഇനി നിന്നുമായിട്ടൊരു കരാറില്ല. ഈ തീരുമാനത്തിന് അംഗീകരിക്കാൻ പറ്റൂലേ? എന്നാ ഇനി ഒരു കാലത്തും നീയുമായിട്ടൊരു സുൽഹിന് ഇനി ഞാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറഞ്ഞു, ഫഅജിസ്ഹു ലീ, അബൂജന്തലിന്റെ കാര്യം മാത്രം സുഹൈലേ നീ എനിക്കൊരു ഇളവ് തരണം, ഇത് മാത്രം ഞാനൊന്ന് ഇളവ് കൊടുത്തോട്ടെ. സുഹൈല് പറഞ്ഞു, മാ നബി മുജീസിൻ ദാലിക ലക, ഒരിക്കലും സമ്മതം തരൂല, ഒരിക്കലും സമ്മതം തരൂല. പിന്നെയും വർത്തമാനമായപ്പോൾ മാ അന ബിഫായിലിൻ, ഞാനത് ചെയ്യൂല, ഒരിക്കലും ഞാനത് സമ്മതിക്കൂല എന്ന് പറഞ്ഞു. കരാറിൽ നിന്നയാൾ പിന്മാറുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞു, പൊയ്ക്കോട്ടെ, പോകാൻ പറയാണ്, പൊയ്ക്കോളാൻ പറയാണ്. ആ പോകാൻ പറയുന്ന സമയത്തൊക്കെ അബൂജന്തൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അയ്യ മഅ്ശറൽ മുസ്ലിമീൻ, ഓ മുസ്ലിമീങ്ങളെ, മുസ്ലിം സമൂഹമേ, ഉറദ്ദു ഇലൽ മുശ്രിക്കീന വഖദ് ജിഅ്തു മുസ്ലിമാ, മുസ്ലിമായിട്ട് ഞാൻ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് എനിക്കേ അറിയൂ. അത്രത്തോളം പ്രയാസം സഹിച്ചുകൊണ്ട് മുശ്രിക്കീങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട് മുസ്ലിമായി കൊണ്ട് നിങ്ങളെ സമീപിച്ച എന്നെ വീണ്ടും ആ കാട്ടാളന്മാരുടെ അടുത്തേക്ക് മടക്കി വിടുകയാണോ? അലാ തറൗന മാ ഖദ് ലഖീത്, ഞാൻ അനുഭവിച്ചത് ഇതാ കാണുന്നില്ലേ? ശരീരം കാണിച്ചു കൊടുക്കുകയാണ്. ചങ്ങല കൊണ്ട് ബന്ധിച്ച് പഴുത്ത് മുറിച്ച് പൊറിഞ്ഞ പാടുകളുണ്ട്. ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് ആ വ്രണങ്ങളിൽ പഴുപ്പ് ബാധിച്ചിട്ടുണ്ട്. കുന്തം കൊണ്ട് കുത്തിയ പാടുകൾ ശരീരത്തിലുണ്ട്. മുറിവേൽപ്പിച്ച പാടുകളുണ്ട്, അടികൊണ്ട പാടുകളുണ്ട്. അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചത് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ മഹാനവറുകൾ കഠിനമായി ശിക്ഷിക്കപ്പെട്ട ആ കാഴ്ചകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. ആ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കുന്നു, യാ അബാ ജന്തൽ, ഓ അബൂജന്തലേ പൊയ്ക്കോ, ഇസ്ബിർ വഹ്തസിബ്, സഹിച്ചോ, അല്ലാഹു നിനക്ക് പ്രതിഫലം തരും. ഫഇന്നല്ലാഹ അസ്സ വജല്ല, നിശ്ചയം അല്ലാഹു തആല ജാഇലുൻ ലക വലിമൻ മഅക മിനൽ മുസ്തദഅഫീന ഫറജൻ വമഖ്റജാ, സഹിച്ചോ അബൂജന്തലേ, പടച്ച റബ്ബിൽ നിന്ന് പ്രതിഫലം മോഹിച്ചോളൂ. കാരണം അല്ലാഹു നിനക്കും നിന്നെ പോലെയുള്ള ദുർബലരായ മുസ്ലിമീങ്ങൾക്കും മക്കയിൽ ബാക്കിയുള്ളവർക്കുമൊക്കെ അല്ലാഹു ഒരു ഫറജൻ വമഖ്റജൻ, അവനൊരു തുറസ്സു നൽകും, അവൻ സഹായം നൽകും, അവൻ രക്ഷാമാർഗം തരാതിരിക്കുകയില്ല. അങ്ങനെ അബൂജന്തലിനാണ് മടക്കി വിടുകയാണ്. അതുവരെ എല്ലാം കേട്ട് സഹിച്ച് നിൽക്കുകയാണ് മുസ്ലിമീങ്ങൾ. അല്ലാഹുവിൻ്റെ റസൂലിനോട് എന്താ പറയേണ്ടതെന്നറിയില്ല. അബൂജന്തൽ ആ തേങ്ങിക്കരഞ്ഞ് പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹമാണ് പോണ രംഗം കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അദ്ദേഹം പറയാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅതൈതു നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല പ്രവാചകരെ, അലസ്ത നബിയല്ലാഹി ഹഖാ, നിങ്ങൾ അല്ലാഹുവിൻ്റെ നബി തന്നെയല്ലേ? സത്യമായിട്ടും നിങ്ങൾ അല്ലാഹുവിൻ്റെ നബി തന്നെയല്ലേ? ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ബലാ, അതേ ഉമറേ, ഞാൻ അല്ലാഹുവിൻ്റെ നബി തന്നെയാണ്, എന്താ സംശയം? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ രണ്ടാമതായി ചോദിച്ചു, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ്, ഉറപ്പാണല്ലോ. അലസ്ന അലൽ ഹഖി വഅദുബുന അലൽ ബാത്തിലി, നമ്മൾ സത്യത്തിന്റെ മേലും നമ്മുടെ ശത്രു ബാത്തിലുമാണെന്നും ഉറപ്പല്ലേ? നമ്മളാണ് ഹക്കിന്റെ അഹിലുകാരെന്നും ശത്രു വളരെ മോശപ്പെട്ട ആളുകളാണ്, അവർ ബാത്തിലിന്റെ കക്ഷിയാണെന്നും ഉറപ്പല്ലേ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബല, അതെ. ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്കിൽ ഫലിമ നുഅതി ദനിയത ഫീ ദീനിനാ ഇദൻ, എങ്കിൽ എന്തിനാ അല്ലാഹുവിന്റെ ഈ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അണ പൊട്ടി ഒഴുകുകയാണ്. വളരെ പ്രയാസത്തോടെ ഉമർ റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് ചോദിക്കാൻ, 3 തവണ ചോദിക്കണം, അല്ലാഹുവിന്റെ റബ്ബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയല്ലേ? നമ്മൾ സത്യത്തിലല്ലേ? അവര് ബാത്തിലല്ലേ? പിന്നെന്തിനാ നമ്മൾ ഇത്ര ത്യാഗം സഹിച്ച് ഇങ്ങനെ അവരുടെ മുമ്പിൽ കുറഞ്ഞു കൊടുക്കുന്നത്?
എന്തിനാ നമ്മൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ താഴ്ന്നു കൊടുത്തുകൊണ്ട് നിന്യത ഏറ്റുവാങ്ങുന്നത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉമറേ, ഇന്നീ ലറസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. വലസ്തു അഴ്സീഹി, ആ അല്ലാഹുവിനെ ഞാൻ ഒരിക്കലും ധിക്കരിച്ചിട്ടില്ല, ധിക്കരിക്കുകയുമില്ല. വഹുവ നാസിരീ, ഉമറേ ഭയപ്പെടണ്ട, അവന്റെ സഹായമുണ്ട്. അല്ലാഹ് എന്നെ സഹായിക്കും. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ അവനെ ധിക്കരിച്ചിട്ടില്ല, ധിക്കരിക്കുകയുമില്ല. അതുകൊണ്ട് കണ്ടോ, ഉറച്ച തീരുമാനം പറയുകയാണ്. വഹുവ നാസിരീ, ആ അല്ലാഹ് എന്നെ സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് പറയുന്നു. സമാധാനപ്പെടുന്നില്ല ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പിന്നെയും വേദന കൊണ്ട് പിളയുകയാണ്. വീണ്ടും ചോദിക്കുന്നു നബി തങ്ങളോട്, അവലൈസ കുൻത തഹദ്ദസ്തനാ അന്നാസ നഅതിൽ ബൈത ഫനതൂഫു ബിഹി, ഓ നബിയേ, നിങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത് നമ്മൾ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്തെത്തുമെന്നും അതുപോലെ തന്നെ തവാഫ് ചെയ്യുമെന്നുമൊക്കെ നിങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത്? അത് നിങ്ങൾ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞത്? പിന്നെ എന്താ ഇപ്പം അത് ചെയ്യാതെ മടങ്ങിപ്പോകാൻ കരാറെഴുതുന്നത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബലാ, അതേ ഉമറേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫഅഖ്ബർതുക അന്നാ നഅതീഹിൽ ആം, ഇക്കൊല്ലം അതുണ്ടാകുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇത്തവണ തന്നെ അതുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, ഇല്ല നബിയെ, അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ സമാധാനിച്ചോളൂ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്കിൽ ഫഇന്നക ആതീഹി വമുതവ്വിഫുൻ ബിഹി, എങ്കിൽ നീ കഅബാലയത്തിന്റെ സമീപത്ത് എത്തും, തവാഫ് ചെയ്യുക തന്നെ ചെയ്യും. ഇക്കൊല്ലല്ലെങ്കിൽ പിന്നെ നടക്കും. അതുകൊണ്ട് സമാധാനപ്പെടും. അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു വിഷമത്തോടെ പോവുകയാണ്. ഇനി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കുറച്ചു നേരം പോയിട്ടൊരു ഭാഗത്ത് ഇങ്ങനെ പോയി ഇരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സഹിക്കണില്ല, വിഷമം അടങ്ങുന്നില്ല, മനസ്സിന്റെ വിഷമം തീരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു തുടരുന്നു, ഫാതൈതു അബൂബക്കറിൻ, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഫഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കറേ, അലൈസ ഹാദാ നബിയല്ലാഹി ഹഖായി, പറഞ്ഞതൊക്കെ അവിടെയും ചോദിക്കാണ്, ഈ നിൽക്കുന്നത് അല്ലാഹുവിന്റെ നബിയല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ, അതെ. വീണ്ടും ചോദിച്ചു, അലസ്നാലൽ ഹഖീ വഅദുനാലൽ ബാത്തിലി, നമ്മൾ സത്യത്തിന്റെ കക്ഷിയും അവര് അസത്യത്തിന്റെ കക്ഷിയുമല്ലേ, ഉറപ്പല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ, അതെ. എങ്കിൽ ഫലിമൻ ഉഅതി ദനിയത ഫീ ദീനിനാ ഇദൻ, എങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഈ ദീനിന്റെ കാര്യത്തിൽ ഇങ്ങനെ താഴ്ന്നു കൊടുക്കാൻ പോകുന്നത്? റസൂലുള്ളാഹിനോട് ചോദിച്ചതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് പോയി ചോദിക്കണം. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, അയ്യുഹർ റജുൽ, ഹേ മനുഷ്യ, ഇന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് അള്ളാന്റെ റസൂലാണ്. തന്റെ റബ്ബിനോട് ഒരിക്കലും അള്ളാന്റെ റസൂൽ എതിര് പ്രവർത്തിക്കൂല. വഹുവ നാസിറുഹു, അള്ളാഹ് അവിടുത്തെ സഹായിക്കും. കുറച്ച് വിശ്വസിച്ചോ, അള്ളാന്റെ സഹായം ഉണ്ടാവും. അതുകൊണ്ട് നീ ഇപ്പോൾ എതിര് പറയണ്ട. ആ റസൂല് എന്താണോ എഴുതുന്നത്, ആ റസൂല് എന്താണോ തീരുമാനം പറയുന്നത്, അതിൽ മുറുകി പിടിച്ചോ. ഫവല്ലാഹി ഇന്നഹു അലൽ ഹഖ്, അല്ലാഹുവിന്റെ റസൂല് സത്യത്തിൽ തന്നെയാണ്. ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല, പതറിയിട്ടില്ല, റൂട്ട് മാറിയിട്ടില്ല, തീരുമാനത്തിൽ ഭംഗം വന്നിട്ടില്ല. ഉമറേ, പിടിച്ചു നിന്നോ. വീണ്ടും അപ്പോഴും ചോദിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അലൈസ കാന യുഹദ്ദിസുനാ, നബി തങ്ങളല്ലേ നമ്മോട് പറഞ്ഞത് നമ്മൾ കഅബാലയത്തിന്റെ സമീപത്ത് എത്തുമെന്നും തവാഫ് ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞിരുന്നില്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നു, ബല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നത് ശരിയാണ്, പക്ഷേ അഫഅഖ്ബറക അന്നക തഅതീഹിൽ ആം, ഇക്കൊല്ലം തന്നെ നീ ചെല്ലുമെന്ന് നിന്നോട് നബി തങ്ങൾ പറഞ്ഞിരുന്നോ? ഖുൽതു ലാ, ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഫഇന്നക ആതീഹി വമുതവ്വിഫുൻ ബിഹി, നീ അവിടെ ചെല്ലും, നീ തവാഫ് ചെയ്യും. അതുകൊണ്ടൊന്ന് സാവകാശം പാലിച്ചേക്ക്. അല്ലാഹുവിന്റെ റസൂൽ എടുത്ത ഒരു തീരുമാനവും മോശമല്ല. അവിടുന്ന് നമ്മേക്കാൾ ഇൽമുള്ളവനാണ്. അവിടുന്ന് നമ്മേക്കാൾ അതേ പടച്ച റബ്ബിന്റെ കാവലുള്ള മനുഷ്യനാണ്. അള്ളാഹുവിന്റെ സഹായമുള്ള മഹാനായ വ്യക്തിത്വമാണ്. അതുകൊണ്ട് അടങ്ങിക്കോ ഉമറേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅമിൽതു ലിദാലിക അഅമാലഹാ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൂടിയായപ്പോൾ ഞാനെന്തോ ഒരവസ്ഥയിലായി. എനിക്ക് പിന്നെ വല്ലാത്ത സങ്കടമായി.
എനിക്ക് പിന്നെ വല്ലാത്ത മനോദുഃഖമായി. ഞാൻ എൻ്റെ പിൽക്കാല ജീവിതത്തിൽ ഓരോ അവസരങ്ങളിലും ഞാൻ എൻ്റെ മുത്ത് മുസ്തഫയോട് പോയിട്ട് ചോദ്യം ചെയ്തില്ലേ എന്നെൻ്റെ മനസ്സിൽ വേദനയുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് ചോദ്യം ചെയ്തില്ലേ എന്ന വേദനയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പിൽക്കാല ജീവിതത്തിൽ മാസിൽതു അസൂമു വതസദ്ദഖു വഅഅ്തിഖു മിനല്ലദീ സനഅതു മഖാഫത കലാമിഹി അല്ലദീ തകല്ലംതു ബിഹി യൗമഇദിൻ ഹത്താ റജൗതു അൻ യകൂന ഖൈറാ. ഞാൻ എൻ്റെ പിൽക്കാല ജീവിതത്തിൽ ഞാൻ നോമ്പ് വർദ്ധിപ്പിച്ചിരുന്നു, സദഖ വർദ്ധിപ്പിച്ചിരുന്നു, അതുപോലെ തന്നെ അടിമമോചനം എന്ന സൽക്കർമ്മം വർദ്ധിപ്പിച്ചിരുന്നു. എൻ്റെ കലാമിൽ നബി തങ്ങളോട് ഞാൻ സംസാരിച്ച സംസാരത്തിൽ പടച്ച റബ്ബേ വല്ലതും അപമര്യാദയായി എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞുപോയോ എന്നോർത്തിട്ട് ആ സങ്കടം കൊണ്ട് ഞാൻ ഇക്കാരണത്താൽ ധാരാളം അഅ്മാലുകൾ വർദ്ധിപ്പിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്യാന്നുള്ള നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും ചോദിച്ചിട്ടില്ല, വിഷമം പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും മഹാനവറുകളുടെ മനസ്സിലതൊരു വല്ലാത്ത ഒരു മനോവേദനയായിട്ട് അവിടെ തങ്ങി നിന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ നബിനോട് ചോദിച്ചല്ലോ, ഞാൻ അള്ളാഹിൻ്റെ റസൂലിനോട് അങ്ങനെ ചോദിക്കരുതായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിൽ ഞാൻ അങ്ങനെ അവിടുന്ന് പറയുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അങ്ങനെ ചോദിക്കരുതായിരുന്നു എന്ന് പറഞ്ഞ് മഹാനവറുകൾ പറയണേ, എൻ്റെ മനസ്സിൽ ആ ഒരു ഖേദം എന്നും നിലനിന്നിരുന്നു എന്ന്. ആ ഒരൊറ്റ കുറ്റം, ആ ഒരു കുറ്റബോധം കൊണ്ട് ഞാൻ സൽക്കർമ്മങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് അള്ളാഹിനോട് പറയാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ചുരുക്കം പറയട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ തന്നെ കരാർ എഴുതുകയാണ്. കരാർ ആ രൂപത്തിൽ തന്നെ എഴുതി. ഫലമ്മ ഫറഗ മിൻ ഖദിയത്തിൽ കിതാബ്. അതുകൊണ്ട് ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്ലാമികമായ കാര്യങ്ങളെ യഥാർത്ഥമായ നിലക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങളെ യഥാർത്ഥമായ സന്മനസ്സോടുകൂടി ഉൾക്കൊള്ളുവാനും ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും നാം എല്ലാവരും തയ്യാറാവുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച മഹാരഥന്മാരായ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും അവിടുത്തെ ആദർശ ദൃഢതയുള്ള സഹാബ കിറാം അവരുടെയും പാത പഠിച്ച് കേൾക്കുന്ന നമ്മൾ ആ ആദർശത്തോടെ, ആ വീര്യത്തോടെ ഇസ്ലാമിക ദഅ്വ രംഗത്ത്, പ്രബോധന രംഗത്ത്, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന മേഖലയിലൊക്കെ ശുഷ്കാന്തിയുള്ളവരായി തീരണം എന്ന് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും ഒരു വസിയത്ത് നിലകൊണ്ടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.